ഹായ് SL ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഫേക്ക് ലവും റിയൽ ലവും എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുക എന്നുള്ളത്. കുറേ പേരുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ കുറേ പേർക്ക് എപ്പോഴും സംശയമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ എനിക്ക് തോന്നുന്നു അതെല്ലാം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഫേക്ക് ലവ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതുപോലെ ട്രൂ ലവ് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഫേക്ക് ലവിൽ നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുമെന്നറിയോ, ഐ ലവ് യു, നീയാണ് എൻ്റെ ലോകം, നീ ഇല്ലാതെ ഞാനില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ശരിക്കും ട്രൂ ലെവൽ ഇത് എപ്പോഴൊന്നും കാണാൻ പറ്റില്ല. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രൂ ലെവൽ പറയുക എപ്പോഴാണെന്നറിയോ, ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ടിരിക്കില്ല, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുന്ന ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ആ ഒരു ടൈമിലും, അതായത് ആ പ്രശ്നമൊക്കെ സോൾവ് ആയി അപ്പോൾ ആ ടൈമിൽ നമുക്ക് മനസ്സ് തുറക്കണം. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ട്, നീ ഇല്ലാതെ ശരിക്കും എനിക്ക് പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറയാറുണ്ട്. അത്രയും ഇമോഷണലായിട്ടൊക്കെ നമ്മൾ പറയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്, എപ്പോഴൊന്നും പറയാറില്ല. നേരെ മറിച്ച് ഫേക്ക് ലവിലാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ഇപ്പോൾ ഡെയിലി മെസ്സേജ് അയക്കുമ്പോൾ ഐ ലവ് യു, ഐ ലവ് യു, ഇതൊക്കെ നമുക്ക് ഇഷ്ടമാണെന്നുള്ളത്, നമുക്ക് ശരിക്കും അവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് എടുത്തെടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ശരിക്കും ഇഷ്ടമാണ്, അത് അവർക്ക് അറിയാം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുക. അതല്ലാതെ എപ്പോഴും നമ്മൾ ആ ഒരു കാര്യം എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? ആൾക്കൊരു സംശയം വരരുത് എനിക്ക് ഇഷ്ടമാണോ അല്ലേ എന്നുള്ളത്. ഇഷ്ടമാണെന്ന് തന്നെ ആൾ വിചാരിക്കണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിന്തിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഐ ലവ് യു, ഐ ലവ് യു എന്നുള്ളത്. അതേപോലെ അവരില്ല നമ്മളില്ല എന്നൊക്കെ നമ്മൾ ചുമ്മാ ഇങ്ങനെ പറയും. അതെങ്ങനെയുള്ള പ്രഹസനങ്ങളൊക്കെ നമ്മൾ ഫേക്ക് ലവിലാണ് കൂടുതലായിട്ട് കാണും. ഇപ്പോൾ ഒരു പരിധി വരെ, അതായത് വളരെ കുറച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല, അതൊക്കെ ട്രൂ ലെവൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ട്രൂ ലവ് ആവാൻ സാധ്യത കുറവാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ട്രൂ ലവിനെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്കും അൺബ്ലോക്കും ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ പലരുടെ ലൈഫിലും കാണുന്നതാണ്. റിലേഷൻഷിപ്പിലൊക്കെ ചെറിയൊരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്കും ബ്ലോക്കാക്കി പോവുക. അപ്പോൾ പലരും ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇത്ര നാളും അഭിനയിക്കായിരുന്നു, ഇങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ശരിക്കും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും നമുക്കൊരു ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ബ്ലോക്ക് ആക്കാറുണ്ട്. അങ്ങനെ ബ്ലോക്ക് ആക്കുന്നതിൻ്റെ പിന്നിൽ മറ്റൊരു രഹസ്യം എന്ന് പറയുന്നത് ആൾ നമ്മളെ മിസ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടാണ്. അതൊക്കെ ട്രൂ ലെവൽ സാധാരണമായിട്ട് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അത് ഫേക്ക് ലവ് ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ട്രൂ ലവ് ആകുമ്പോൾ ഈ ഒരു ബ്ലോക്കും പിന്നെ അൺബ്ലോക്കും ഒക്കെ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ട്, അതായത് നിരന്തരമായിട്ട് അങ്ങോട്ട് ബ്ലോക്ക് ആക്കി പോവുകയാണോ അതോ അൺബ്ലോക്ക് ആക്കുന്നുണ്ടോ എന്നുള്ളത്. ബ്ലോക്ക് ആക്കിയിട്ട് അത് അൺബ്ലോക്ക് ആക്കുന്നുണ്ട്, വീണ്ടും ബ്ലോക്ക് ആക്കുന്നുണ്ട്, അൺബ്ലോക്ക് ആക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അൺബ്ലോക്ക് അവിടെ വരുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ്, നിങ്ങളെ വിട്ട് പോകാൻ ആ പേഴ്സണ് പറ്റാത്തത് കൊണ്ടാണ്. സോ അത് ട്രൂ ലവ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഫേക്ക് ലവ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഐ ലവ് യു, ഐ മിസ് യു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ ബ്ലോക്കും അൺബ്ലോക്കും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ട്രൂ ലവ് ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുള്ളൂ. പക്ഷേ ബ്ലോക്കും അൺബ്ലോക്കും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫേക്ക് ലവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ആറ്റിറ്റ്യൂഡ്, ഈഗോ, അതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല, ആളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഡിസ്റെസ്പെക്റ്റ് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഒരു ഫേക്ക് ലവിൽ ഉണ്ടായിരിക്കുക. അവിടെ ഒരിക്കലും യഥാർത്ഥമായുള്ള സ്നേഹമോ കെയറോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. വെറുതെ കാണിച്ചു കൂട്ടുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റുകൾ വാങ്ങിക്കുക, ഗിഫ്റ്റുകൾ കൊടുക്കുക, ഇതൊക്കെയാണ് ശരിക്കും ഒരു ഫേക്ക് ലവിൽ കാണുക. എന്നാൽ ട്രൂ ലവിൽ ശരിക്കും ഉണ്ടാവുമെന്നറിയോ, ഇങ്ങനെ കോസ്റ്റ്ലി ഗിഫ്റ്റുകളും കാര്യങ്ങൾക്കൊന്നും വലിയ രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. എന്ന് കരുതി അത് കൊടുക്കില്ല എന്നൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്യാഷുള്ള കൊടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. അവരുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള കോസ്റ്റ്ലി ഗിഫ്റ്റുകൾ കൊടുക്കുക എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ എപ്പോഴും എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. അതേപോലെ തന്നെ ഒരു ട്രൂ ലെവൽ നമ്മൾ കാണാൻ പറ്റുന്ന കാര്യം തന്നെ അണ്ടർസ്റ്റാൻഡ് ആണ്. അതായത് പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളായിരിക്കും ട്രൂ ലെവൽ ഉള്ള ആളുകൾ, പരസ്പരം റെസ്പെക്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷേ ഫേക്ക് ലവിൽ അങ്ങനെയല്ല, പരസ്പരം റെസ്പെക്ട് ചെയ്യില്ല. സംസാരിക്കുകയാണെങ്കിൽ തന്നെ വലിയ രീതിയിൽ റെസ്പെക്ട് ഇല്ലാത്ത രീതിയിലും സംസാരിക്കേണ്ടാവുക. അപ്പോൾ ഫേക്ക് ലവ് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. കോസ്റ്റ്ലി ഗിഫ്റ്റുകൾ അവിടെ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കില്ല, അതേപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ഇടായിരിക്കും, ഈഗോ ആയിരിക്കും, അയാളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പോലും തയ്യാറാവില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഫേക്ക് ലെവൽ കാണാൻ പറ്റുക. ബട്ട് ട്രൂ ലെവലാണ് എന്നുണ്ടെങ്കിൽ അവിടെ അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്, ചെറിയ രീതിയിലുള്ള ജലസിയൊക്കെ വരുന്നുണ്ട്. അവർ മറ്റാരോടെങ്കിലും സംസാരിക്കുന്നത് കാണുമ്പോൾ ചെറിയ രീതിയിൽ നമുക്കൊരു അസൂയൊക്കെ ഫീൽ ചെയ്യും. അതൊക്കെ യഥാർത്ഥമായിട്ടുള്ള സ്നേഹത്തിൽ വരുന്നതാണ്.
അതേപോലെ തന്നെയാണ് ടൈം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആളുടെ കൂടെ നമുക്ക് ഇരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരിക്കും, ലവ് ഉണ്ടായിരിക്കും, കെയർ ഉണ്ടായിരിക്കും. ഇതൊക്കെ ട്രൂ ലവിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഫേക്ക് ലവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമുക്കത് കിട്ടും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കും. അതായത് തിരിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കും. അതിനു വേണ്ടി നമ്മൾ ചിലപ്പോൾ പലതും ചെയ്ത് കൊടുക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും അത് ട്രൂ ലവിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ഹൃദയം നിറഞ്ഞിട്ടായിരിക്കും. മീൻസ് അത്രയും സ്നേഹത്തോടു കൂടി നമ്മൾ കൊടുക്കുന്ന കാര്യമായിരിക്കും. ഒരിക്കലും നമുക്കൊന്നും തിരിച്ചു കിട്ടണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ല. കാരണം നമ്മളവിടെ ആഗ്രഹിക്കുന്നുണ്ടാവുക നമ്മൾ സ്നേഹിക്കുന്ന ആ ആൾ സന്തോഷിക്കുക എന്നുള്ളതാണ്. ആളുടെ സന്തോഷത്തിന് വേണ്ടി മാക്സിമം നമുക്ക് പറ്റുന്നൊക്കെ ചെയ്തു കൊടുക്കുക. തിരിച്ച് നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അതൊരു പ്രശ്നമല്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഫേക്ക് ലവ് അങ്ങനെയല്ല. അങ്ങോട്ടൊന്ന് കൊടുത്താൽ തിരിച്ചിങ്ങോട്ടും കിട്ടണം എന്നുള്ളൊരു ചിന്തയായിരിക്കും ഫേക്ക് ലവിൽ ഉണ്ടായിരിക്കുക. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഫേക്ക് ലവിൽ കൺട്രോളിങ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ബട്ട് ട്രൂ ലവിൽ കൺട്രോളിങ് ഉണ്ടായിരിക്കില്ല. അവിടെ കൊടുക്കുന്നുണ്ടാവുക ഫ്രീഡം ആയിരിക്കും. അതായത് ഫേക്ക് ലവ് എന്ന് പറയുമ്പോൾ എപ്പോഴും നിയന്ത്രണമാണ്. എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ നിയന്ത്രണമാണ്. എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും കൺട്രോളിങ് ആണ് കാണാൻ പറ്റുക. ഏതെങ്കിലും ഡ്രസ്സ് ഇടുമ്പോൾ അവിടെയും ഈ പറഞ്ഞ സംഭവം തന്നെയാണ്. അതായത് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അത് ഇടരുത്, ഇങ്ങനെ ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ട്രൂ ലെവൽ അങ്ങനെ ഉണ്ടാവില്ല. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാം, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതായത് ആ ഒരു ഫ്രീഡം, പേഴ്സണൽ സ്പേസ് അങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നിന്റെയാണ്, നിന്റെ ലൈഫാണ്, സോ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്നുള്ളതാണ് ട്രൂ ലവിൽ കാണാനായിട്ട് പറ്റുക. അവിടെ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും, സോ ഫ്രീഡം ആയിരിക്കും അവിടെ കൊടുക്കുന്നുണ്ടായിരിക്കും. മീൻസ് ആൾക്ക് ആളുടെ രീതിയിൽ, ആൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ട്രൂ ലവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തോടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ശരിക്കും ട്രൂ ലവ് എങ്ങനെയാണ്, ഫേക്ക് ലവ് എന്താണ് എന്നുള്ളത്. പലർക്കും സംശയമുണ്ട്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലോക്കും അൺബ്ലോക്കും വരുമ്പോൾ തന്നെ പലർക്കും സംശയമാണ്, അയ്യോ ഇത് ശരിക്കും ഇഷ്ടമാണോ, ഇട്ടിട്ട് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതൊക്കെ. അതേപോലെ തന്നെയാണ് ആൾ ഭയങ്കരമായിട്ട് എപ്പോഴും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ എന്നോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ. പക്ഷെ അങ്ങനെ നല്ല വെറുതെ കാണിക്കുന്നതാണ്, വെറുതെ പഞ്ചാരടിക്കുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. സോ ഇനി അങ്ങോട്ടുള്ള ആ ദിവസങ്ങളിലൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇനിയുള്ള അവരുടെ പെരുമാറ്റം നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുക. അപ്പോൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു ഫേക്ക് ലവ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങൾ, അതായത് പിന്നെയും അത് തുടർന്ന് പോകണോ നിർത്തണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. സോ കെയർഫുള്ളി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്